Hi, I am Rojis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 മെഡിക്കൽ സെക്ടറിലെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് കർണാടക സ്റ്റേറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ഫെബ്രുവരി 10-ാം തീയതിക്ക് മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. 14-ാം തീയതി വരെ ആപ്ലിക്കേഷൻ ഫീസ് റെമിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1000 rupees ആണ്. ആരൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള മുഴുവൻ കാൻഡിഡേറ്റ്സും കർണാടകത്തിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഈ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. കർണാടകത്തിലെ പ്രൊഫഷണൽ കോഴ്സുകളെന്ന് പറയുമ്പോൾ MBBSും BDSും ആയുർവേദവും ഹോമിയോയും വെറ്റിനറി അഗ്രികൾച്ചർ ഏതൊക്കെ കോഴ്സുകളാവട്ടെ, എഞ്ചിനീയറിംഗ് കോഴ്സുകളാവട്ടെ, നഴ്സിംഗ് കോഴ്സുകളാവട്ടെ, എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ഒരു എൻട്രി +2-ന് ശേഷം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കർണാടക എലിജിബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ ഈ ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ കൃത്യമായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതൊക്കെയാണ് ഈ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുക? നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കർണാടകത്തിലെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ ഏതൊക്കെ സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്? നമുക്കറിയാം, ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് സീറ്റുകൾ മുഴുവൻ ഫില്ല് ചെയ്യുന്നതിന് ആ എക്സാമിനേഷൻ എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ വരുന്ന മെഡിക്കൽ സെക്ടറിലെ മുഴുവൻ കോഴ്സുകളുടെയും എക്സാമിനേഷൻ എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനേഷനാണ്. ഈ നീറ്റ് എക്സാമിനേഷനിലൂടെ 15% സീറ്റ് ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെയും BDSൻ്റെയും സീറ്റുകൾ NTA തന്നെയാണ് ഓൾ ഇന്ത്യ കൗൺസിലും കൂടെ ഫില്ല് ചെയ്യുന്നത്. ബാക്കി 85% ഗവൺമെൻറ് സീറ്റുകളും പ്രൈവറ്റ് സീറ്റുകളും എല്ലാം അതാത് സ്റ്റേറ്റുകളാണ് ഫില്ല് ചെയ്യുക. അപ്പോൾ കേരളത്തിൻ്റെ ഈ 85% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ഈ വർഷം സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ പോലും കേരള എൻട്രൻസ് കമ്മീഷണർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിലൂടെയാണ് കേരളത്തിൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. അതിന് ആപ്ലിക്കേഷൻ ഇനി വിളിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ കർണാടക സ്റ്റേറ്റിൽ ആ 85% സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കേണ്ട വിദ്യാർത്ഥികളും ഇതേപോലെ ഈ കീമിൻ്റെ KEAയുടെ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ടാകുക? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, MBBSൻ്റെയും BDSൻ്റെയും അവിടെയുള്ള ഈ 85% സീറ്റിൽ വരുന്ന പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ, MBBSൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, BDSൻ്റെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഈ കോളേജുകളുടെ 15% സീറ്റ് അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ MBBSൻ്റെ കർണാടകത്തിലെ 15% അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് മാറ്റി വെച്ചിരിക്കുന്ന സീറ്റ് തന്നെ ഏതാണ്ട് 700 സീറ്റുകൾ വരും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ടോട്ടൽ MBBSന് 19 മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത്. കർണാടകത്തിൽ ഈ കേരളത്തിലെ 19 മെഡിക്കൽ കോളേജുകളിൽ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കാൻ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കഴിഞ്ഞ വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് 7.5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് നമുക്ക് കേരളത്തിൽ MBBSൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പഠിക്കാൻ പറ്റുക. ഇതേപോലെ കർണാടകത്തിൽ ഉള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസ് എന്ന് പറയുന്നത് അറൗണ്ട് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ 10 ലക്ഷം രൂപയുള്ള സെൽഫ് ഫിനാൻസിങ് കർണാടകത്തിലെ സീറ്റുകളുടെ 15% സീറ്റ് എന്ന് പറയുന്ന ഏകദേശം ഒരു 700ഓളം സീറ്റുകൾ അതർ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കർണാടകത്തിലെ ഒരു സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ 15% സീറ്റിലേക്ക് ഈ 10 ലക്ഷം രൂപ ഫീസിൽ ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. നമുക്കറിയാം, നീറ്റ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ 720ലാണ് എക്സാം നടക്കുക. അതിലൊരു 600 എബോവ് മാർക്കൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഗവൺമെൻറ് സീറ്റുകൾ നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുക. ആ 600ന് താഴെയുള്ള മാർക്കുകളിലേക്ക് ഒരു 500ന് മുകളിലുള്ള മാർക്കുകൾ എന്ന് പറയുന്നതൊക്കെ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ഇൻ കേസ് നമുക്ക് കേരളത്തിൽ ലഭിച്ചില്ലെങ്കിൽ ഒരു അതർ സ്റ്റേറ്റിലാണെങ്കിലും പ്രൈവറ്റ് ഫീസിലാണെങ്കിലും നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും ഈ സമയത്ത്, അത് MBBSനോ BDSനോ, തീർച്ചയായും ഈ സമയത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നിർബന്ധമായും നമ്മുടെ എലിജിബിലിറ്റി നേടിയെടുക്കുക. ഇതിനോടൊപ്പം ഈ MBBSൻ്റെ തന്നെ മറ്റൊരു ക്യാമ്പസ് ഉണ്ട് കർണാടകത്തിൽ, സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. ഈ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലേക്ക് നമുക്കൊരു സീറ്റ് അഡ്മിഷൻ ലഭിക്കും. അതൊരു റിസർവേഷൻ കമ്മ്യൂണിറ്റിയിലൂടെ തന്നെ അഡ്മിഷൻ ലഭിക്കുന്ന കൂടുതൽ സീറ്റുകളുള്ളൊരു ഏറ്റവും ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് മെഡിക്കൽ കോളേജുകളിൽ ഒരു ക്യാമ്പസാണ് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്കും ഓപ്പൺ മെറിറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും സിസ്റ്റേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഒക്കെ അവിടെ പ്രത്യേകം റിസർവേഷൻസ് ഉണ്ട്.
അപ്പോൾ ഈ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ റീസണബിൾ ഫീസിൽ ഇന്ത്യയിൽ തന്നെ ടോപ്പ് മോസ്റ്റ് മെഡിക്കൽ കോളേജായ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ കർണാടകയുടെ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇതിനോടൊപ്പം കർണാടകത്തിലെ മറ്റൊരു മെഡിക്കൽ കോളേജാണ്, ടോപ്പ് മോസ്റ്റ് മെഡിക്കൽ കോളേജാണ് കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്ത ശ്രീ സായി മധുസൂദന മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിലെ 100% സീറ്റിലെ 15% സീറ്റ്, അതിൽ 85% സീറ്റ് ഫില്ല് ചെയ്യുന്നതും കർണാടക സ്റ്റേറ്റിൽ എലിജിബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. ബാക്കി വരുന്ന 15% സീറ്റിലേക്ക് നമുക്കൊരു എലിജിബിലിറ്റി ലഭിക്കണമെന്നുണ്ടെങ്കിലും നാം ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഈ ക്യാമ്പസിൻ്റെ, ഈ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഈ വരുന്ന 15% സീറ്റ് നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചാൽ ഫീസ് ഇല്ലാതെ, ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ പോലും അവിടെ ഫീസ് ഇല്ലാതെ പഠിക്കാം. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ബോണ്ടുണ്ട്. നമ്മുടെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം നമ്മൾ ആ കോളേജിൽ ജോലി ചെയ്യാമെന്നൊരു ബോണ്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് സീറോ ഫീസിൽ നമുക്ക് ഈ ശ്രീ സായി മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷൻ ലഭിക്കാനും ഫ്രീ ആയി തന്നെ MBBS കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുക. അപ്പോൾ MBBSൻ്റെയും BDSൻ്റെയും സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 15% സീറ്റിലോ, സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലോ, ശ്രീ സായി മെഡിക്കൽ കോളേജിലെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന MBBS സീറ്റിലോ ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ സൈറ്റിലൂടെ ഈ ഫെബ്രുവരി 10 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇതിനൊന്നും പ്രത്യേകം എൻട്രൻസ് എക്സാം എഴുതണ്ട. നീറ്റിൻ്റെ മാർക്ക് ലിസ്റ്റ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കർണാടകത്തിൻ്റെ വെബ്സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി നേടാനും അതിനനുസരിച്ച് മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ ലഭിക്കാനും സാധിക്കുന്നു. ഇനി കർണാടകത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ മെഡിക്കൽ സെക്ടറിലെ മറ്റ് ഒരു കോഴ്സാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾ കർണാടകയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ BSc നഴ്സിംഗ് കോഴ്സിന് അവിടെ അഡ്മിഷൻ ലഭിക്കണമെന്നെങ്കിൽ, കർണാടകത്തിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അതിനോടൊപ്പം ഏപ്രിൽ 18 19 നടക്കുന്ന കർണാടകത്തിൻ്റെ CET എക്സാമിനേഷൻ എഴുതുകയും വേണം. എക്സാമിനേഷൻ നടക്കുന്നത് 18 ബയോളജി തന്നെയുള്ളൊരു എക്സാമിനേഷനും 60 മാർക്കിൻ്റെ ബയോളജി എക്സാമിനേഷനാണ്. അതിനുശേഷം 19 നടക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള 60 മാർക്ക് വീതമുള്ള 2 സബ്ജക്റ്റുകൾ ചേർത്തിട്ടുള്ള എക്സാമിനേഷൻ. 18 19 നടക്കുന്ന BSc നഴ്സിംഗിൻ്റെ CET എക്സാമിനേഷൻ. ഇതിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് എഴുതാനും അതിൻ്റെ റാങ്ക് ലിസ്റ്റിലൂടെയാണ് കർണാടകത്തിൽ നമുക്കൊരു BSc നഴ്സിംഗിന് അഡ്മിഷൻ നേടാനും സാധിക്കുക. ഇതിനോടൊപ്പം മറ്റൊരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. കേരളത്തിൽ തന്നെ കാസർഗോഡും മഞ്ചേശ്വരത്തും ഈ 2 താലൂക്കിലുള്ള വിദ്യാർത്ഥികൾക്ക് കർണാടകത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെ 25% സീറ്റിലേക്ക് റിസർവേഷൻ ഉണ്ട്. ആ സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ ഏപ്രിൽ 20 നടത്തുന്ന കർണാടകത്തിൻ്റെ ലാംഗ്വേജിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. 11:30 മുതൽ 12:30 വരെയുള്ള ഒരു 50 മാർക്കിൻ്റെ എക്സാമിനേഷനാണ്, ലാംഗ്വേജ് ടെസ്റ്റാണ്. ഈ ലാംഗ്വേജ് ടെസ്റ്റിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതും നമ്മൾ ഇതിലൂടെ തന്നെയാണ്. ഏപ്രിൽ 20 നടക്കുന്ന ഈ ലാംഗ്വേജ് ടെസ്റ്റിൽ 50 മാർക്കിൽ 15 മാർക്ക് എങ്കിലും നമ്മൾ എലിജിബിലിറ്റി നേടിയാൽ കർണാടകത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ 25% സീറ്റിലേക്കുള്ള എലിജിബിലിറ്റി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി ഇതിനോടൊപ്പം ഈ കർണാടകത്തിൽ എലിജിബിലിറ്റിയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ കോമൺലി അവിടുത്തെ എല്ലാ സീറ്റുകളിലേക്കും കംപ്ലീറ്റ് അഡ്മിഷൻ പ്രൊസീജിയർ നൽകുക. ഇനി കർണാടകത്തിലെ എലിജിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? കർണാടകത്തിൽ ജനിച്ചവരായിരിക്കണം, കർണാടകത്തിൽ പഠിച്ചവരായിരിക്കണം. കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കർണാടകത്തിൽ എലിജിബിലിറ്റി ലഭിക്കാം. അതിനുള്ള കണ്ടീഷൻസ് നമ്മൾ ആ പ്രോസ്പെക്ടസിൽ നോക്കി വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എങ്കിലും സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കിയാൽ, കേരളത്തിലുള്ളവരാണ്, ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പേരൻസ് താമസിക്കുന്നു, അവിടെ ജനിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവിടുത്തെ എലിജിബിലിറ്റി ലഭിക്കും. അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ച ഒരു കാൻഡിഡേറ്റ് ആണ്, പക്ഷേ ആ പേരൻസിൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ 8 വർഷത്തോളം താമസിക്കുകയും പഠിക്കുകയും ചെയ്തത് കർണാടകത്തിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ഏതെങ്കിലും ഒരു വർഷത്തെ പബ്ലിക് എക്സാമിനേഷൻ കർണാടകത്തിലാണ് പാസ്സായതെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് കർണാടകത്തിൻ്റെ എലിജിബിലിറ്റി ലഭിക്കും. അപ്പോൾ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റിന്, എന്നാൽ ആ കാൻഡിഡേറ്റ് ജനിച്ചത് കേരളത്തിലാണ്, അപ്പോൾ കേരളത്തിൻ്റെ എലിജിബിലിറ്റിയും ആ കാൻഡിഡേറ്റിന് ലഭിക്കും, കർണാടകത്തിൻ്റെ എലിജിബിലിറ്റി ആ കാൻഡിഡേറ്റ് ലഭിക്കും. അപ്പോൾ 2 രീതിയിൽ 2 സ്റ്റേറ്റിൽ എലിജിബിലിറ്റി ചില കാൻഡിഡേറ്റ്സിന് നേടാനുള്ള അവസരമുണ്ട്. ഇനി അല്ലാത്തവർക്ക് കർണാടകത്തിൽ
എലിജിബിലിറ്റി ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന MBBSൻ്റെയും BDSൻ്റെയും സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 15% സീറ്റും, സെൻറ് ജോൺസിൻ്റെ മുഴുവൻ സീറ്റുകളിലേക്കും, ശ്രീസായി മെഡിക്കൽ കോളേജിൻ്റെ 15% സീറ്റിലേക്കും, BSc നഴ്സിംഗിൻ്റെ എൻട്രൻസ് പരീക്ഷയിലൂടെ കർണാടകത്തിലെ BSc നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ടുമാണ് ഈ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷനും പ്രോസ്പെക്ടക്സും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ കാണുന്ന കർണാടക എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം UGCET 2024 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും വിശദമായ പ്രോസ്പെക്ടസ് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളോ ആരുമാവട്ടെ, നമുക്ക് ഇന്ത്യ മുഴുവനുള്ള MBBSൻ്റെയോ BDSൻ്റെയോ അതുപോലെ ആയുർവേദം, ഹോമിയോ, വെറ്റിനറി, അഗ്രികൾച്ചർ ഇതുപോലുള്ള മുഴുവൻ കോഴ്സ്, മുഴുവൻ പ്രൊഫഷണൽ മെഡിക്കൽ സെക്ടറിലെ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കാൻ നമ്മൾ നീറ്റാണ് എഴുതേണ്ടത്. അതുകൂടാതെ ഓരോ സ്റ്റേറ്റിലും നമുക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അതാത് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യണം. കേരളത്തിൻ്റെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും നമുക്ക് ഒരു MBBSോ, നമ്മളിപ്പോൾ അറിയാം +2 പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളോ റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോ ആരുമാവട്ടെ, ഇപ്പോൾ നമ്മളൊരു എക്സാമിനേഷൻ എഴുതി കഴിയുമ്പോൾ നമ്മൾ 720 ലഭിക്കാൻ വേണ്ടി തന്നെയാണ് പഠിക്കുന്നത്. നമ്മളൊരു ഗവൺമെൻറ് സീറ്റ് ലഭിക്കാൻ തന്നെയാണ് പഠിക്കുന്നത്. ഒരു ESI മെഡിക്കൽ കോളേജിലെ റിസർവേഷനുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അത് ലഭിക്കാൻ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ ഇൻ കേസ് നമ്മുടെ മാർക്ക് ഒരല്പം കുറഞ്ഞുപോയി, നമുക്ക് കിട്ടാനായിട്ട് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ് ഉള്ളത്, ഇല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ഒരല്പം കുറഞ്ഞുപോയി, ഒരു BSc നഴ്സിംഗിനാണെങ്കിലും അഡ്മിഷൻ ലഭിക്കണം. ഇതും അല്ലെങ്കിൽ ഇപ്പോൾ കർണാടകത്തിലെ ഒരു സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ കോളേജുകളുടെ തന്നെ ഒരു NRI സീറ്റിൽ അഡ്മിഷൻ ലഭിക്കണം. അവിടെയൊക്കെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു 1000 rupees ആപ്ലിക്കേഷൻ ഫീസ് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, എനിക്ക് ഏറ്റവും ടോപ്പ് റാങ്കിലൂടെ ഞാൻ ഇന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ നേടുമെന്നൊക്കെ ടാർഗറ്റ് നമുക്കുണ്ടെങ്കിൽ പോലും നമുക്ക് നീറ്റ് എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻ കേസ് മാർക്ക് ഒന്ന് കുറഞ്ഞു പോയാൽ, ഒരല്പം ഒന്ന് കുറഞ്ഞു പോയാൽ, ഒരു 580 മാർക്കായി പോയി നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. നമുക്കൊരു അതർ സ്റ്റേറ്റിൽ ഒരു റീസണബിൾ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു കോളേജിൽ അഡ്മിഷൻ നേടണമെന്ന് ആഗ്രഹിച്ചാൽ അന്നേരം പിന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കത്തില്ല. എന്ത് സംശയങ്ങളുണ്ട്, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയുടെ എക്സ്പേർട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. പിന്നെ ഇതിനൊക്കെ പഠിക്കേണ്ടത് BSc നഴ്സിംഗിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിലും +1 +2ൻ്റെ NCERTയുടെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രമാണ് വേണ്ടത്. ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന ഈ 3 സബ്ജക്റ്റ് തന്നെയാണ് നമ്മൾ നീറ്റിന് വേണ്ടിയും പഠിക്കുന്നത്. അവിടെയും NCERTയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ആൽഫയിലെ കുട്ടികളൊക്കെ റിപ്പീറ്റർ ബാച്ചിലൂടെ ഈ പോർഷൻസ് ആണ് പഠിക്കുന്നത്. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ പോർഷൻ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ +1 +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എൻട്രൻസ് നമുക്കറിയാം, എല്ലാ എക്സാമിനേഷൻ ഓഫ്ലൈൻ ആവട്ടെ ഓൺലൈൻ ആവട്ടെ എല്ലാം ഓബ്ജക്റ്റീവ് എക്സാമാണ്. ഈ ഓബ്ജക്റ്റീവ് എക്സാമിനേഷനൊക്കെ വിജയിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു ട്രെയിനിങ് വേണം, അതിൻ്റെ ഒരു മോഡൽ എക്സാമിനേഷൻ എഴുതി കൃത്യമായ മാർക്കിൽ എത്താനുള്ളൊരു സിസ്റ്റം വേണം, പഠനത്തിനൊരു കൃത്യമായ സിസ്റ്റം വേണം, സ്റ്റഡി മെത്തേഡ്സിനൊരു സിസ്റ്റം വേണം, നല്ലൊരു കെയറിങ് വേണം. ഇതൊക്കെ ഒരു പേഴ്സണൽ അറ്റൻഷനോടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് ആൽഫ അക്കാഡമി കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അത് ക്രാഷ് കോഴ്സിലൂടെ, റിപ്പീറ്റേഴ്സിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷൻ എക്സ്റ്റൻഡഡ് ക്രാഷ് കോഴ്സിലൂടെ ഒക്കെ. അപ്പോൾ ഇതിനോടുള്ള ഒരു കോഴ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ആൽഫയിലേക്ക് വിളിക്കാം. നിങ്ങളെ നല്ലൊരു കെയറോടുകൂടി ഏറ്റവും നല്ല സിസ്റ്റമാറ്റിക് മെത്തേഡിലൂടെ നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ ആൽഫയിലെ എക്സ്പേർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. കൃത്യമായ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തന്നെ പോകാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിക്കുക. നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.